സംസ്ഥാനത്തെ പ്രളയ സമാന സാഹചര്യത്തിലും മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയും പങ്കെടുത്ത വിരുന്നു സത്കാരവും വിവാദമാവുകയാണ്. നാട് ഭീതിയിലാകുമ്പോൾ സത്കാരങ്ങളിൽ പങ്കെടുക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് എ റഹീം എം പി പറഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിലെ സത്കാരങ്ങൾ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു വിമർശനം. മുഖ്യമന്ത്രിയുടെ നടപടികൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. റോം കത്തിയെരിയുമ്പോൾ മുഖ്യമന്ത്രി വിരുന്നിന് പോയെന്ന് മുൻമന്ത്രിയായ വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമല്ല വി ഡി സതീശൻ ചെയ്തതെന്നും ആക്ഷേപം. ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം ഈ പദവിക്ക് യോജിച്ചതാണ്. മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് ശേഷം അയാൾ ദുരന്ത നടന്ന സ്ഥലത്ത് പോകേണ്ടതല്ലേ? ചിക്കനും മട്ടനും അതുപോലുള്ള വിഭവസമൃദ്ധമായ കാര്യങ്ങളാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? 9 പേർ മരിച്ചു, മറ്റേ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോയി ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുകയാണോ ചെയ്യേണ്ടത്? ഇത് യഥാർത്ഥത്തിൽ ഒരു റോം കത്തിയെരിയുമ്പോൾ നീറോ വീണം വിട്ടുന്നതിന് തുല്യമാണ് എന്നതുപോലെയാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത്. വി എസ് അനുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. വി എസ് അനു, നാട് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ സർക്കാരും മുൻ സർക്കാർ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയതാണ്. അന്നത്തെ മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങളുമായി ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തികളുമായി തട്ടിച്ചു നോക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അതിൽ പ്രകടമായ ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരിപാടികളൊക്കെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിനും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമൊക്കെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു സ്വകാര്യ കാര്യത്തിനായിരുന്നു. അതുമാത്രവുമല്ല, ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം മറ്റൊരു വിരുന്നിൽ പങ്കെടുക്കുവാനാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉയരുന്നത് വളരെ സ്വാഭാവികം തന്നെയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കളുടെ ഇടയിൽ നിന്ന്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന കാര്യങ്ങൾ? ഷാവലി, നാട് വലിയ ഒരു പ്രളയ സമാനമായ രീതിയിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെയും 2 പ്രവൃത്തികളാണ് ഇപ്പോൾ വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനം ഉയരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഹെലികോപ്റ്റർ, അത് പോലീസാണ് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്. ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് അങ്ങേയറ്റത്ത് ദൂർത്ത് എന്നുള്ളത് ഏറ്റവും ആദ്യം വിളിച്ചു പറഞ്ഞ മനുഷ്യന്മാരിൽ ഒരാൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനാണ്. മാത്രമല്ല, കഴിഞ്ഞ കാലയളവിൽ ഈ ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കരാർ പുതുക്കുമ്പോഴൊക്കെ തന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ വലിയ വിമർശനം ഇതിൽ ഉയർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രളയ ഒരു ഘട്ടത്തിൽ അദ്ദേഹം യാത്ര നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രളയത്തിൻ്റെ ഏകോപനത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനുമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ സ്വകാര്യമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഹെലികോപ്റ്റർ യാത്ര ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർന്നത്. പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ ദൂർത്താണെന്ന് പറയുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഹെലികോപ്റ്റർ എടുക്കുന്നത് ശരിയാണോ എന്നുള്ള വിമർശനം ഒരു വശത്ത് ഉയർന്നു. മറ്റൊന്ന് നോക്കൂ, 10ഓളം ആളുകളുടെ ജീവൻ കവർന്ന ഒരു പ്രളയം നമ്മുടെ നാട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഈ കച്ചവടക്കാരുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റത്തെ വൈകാരികമായ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മലപ്പുറത്തെ ഒരു പ്രാദേശിക ലീഗ് നേതാവിൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഒരു വിരുന്നുണ്ടാൻ വേണ്ടി പോയിരിക്കുന്നതും അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു. മുൻമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ റോം നഗരം കത്തിയെറിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമായി ഉയരുന്നത്. ഇത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്ത് മറുപടി പറയും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ആളല്ല. സ്വാഭാവികമായും ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ബുധനാഴ്ച വീണ്ടും അദ്ദേഹം കാണുമായിരിക്കും. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും
ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമുക്ക് ഏറെ പ്രതീക്ഷയോട് കാണണം. പക്ഷേ ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ രണ്ട് പ്രവൃത്തികൾ, ഹെലികോപ്റ്റർ യാത്രയും ഈ പറയുന്ന നാട് വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ഒരു വിരുന്നിൽ പങ്കെടുത്തതും വലിയ വിമർശനമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ശരി, അനു സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൽ നിന്നൊരു വിശദീകരണമോ ഒരു മറുപടിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഉറപ്പായും മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടോ മറ്റോ ആയിരിക്കും ആ പ്രതികരണം വരാനുള്ള ഒരു സാധ്യത എന്നാണ് കരുതുന്നത്. കാരണം തുടർന്ന് മുൻ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. എന്തായാലും അതിനൊരു കൃത്യമായ ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു ന്യായീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. VS അനുവാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്.